Hi all, this is the second part of module 1 and today we can see the basic structure of a C++ program. ഈ തന്നിരിക്കുന്ന പ്രോഗ്രാം ഹലോ വേൾഡ് എന്ന് പ്രിൻ്റ് ചെയ്യാനാണ്. നിങ്ങളുടെ സ്ക്രീനിൽ ഹലോ വേൾഡ് പ്രിൻ്റ് ചെയ്യും. ഒരു C++ പ്രോഗ്രാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ മേ ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഏത് C++ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാലും വി ക്യാൻ സീ ദ ഫങ്ഷൻ മെയിൻ ഫങ്ഷൻ. അതിൻ്റെ റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്ന ഇൻറ്റീജറാണ്. അത് എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ മെയിൻ ഫങ്ഷൻ ഏതൊരു ഫങ്ഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു കേർലി ബ്രേസ് കൊടുക്കും, അതേപോലെ എൻഡ് ചെയ്യുമ്പോഴും ക്ലോസിംഗ് ബ്രേസ് കൊടുക്കും. ഇപ്പോൾ മൾട്ടിപ്പിൾ ലൈൻസ് ഒരു ഫങ്ഷനകത്ത് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. സി ഔട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു പ്രീ ഡിഫൈൻഡ് ഓബ്ജക്റ്റ് ആണ്, പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ഓബ്ജക്റ്റ്. ദെൻ ഈ കാണിച്ചിരിക്കുന്നത് ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ്. ഇപ്പോൾ സി ഔട്ട് ഓബ്ജക്റ്റ് ദെൻ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, ഇത് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിൻ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്പറേറ്ററാണിത്. ഇതിന് മറ്റൊരു ഓപ്പറേഷൻ കൂടിയുണ്ട്. ദ സെയിം ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ് ടു ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേഷൻ. പക്ഷേ ഇവിടെ തന്നിരിക്കുന്നത് പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ചെയ്യാം. ഇതിനെയാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ആ കാര്യം നമുക്ക് പിന്നീട് പറയാം. എനിവേ, സി ഔട്ട് ദെൻ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ദെൻ ഡബിൾ കോട്ട്സിനകത്ത് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ദാറ്റ് വിൽ ബി പാസ് ടു ദ സി ഔട്ട് ഓബ്ജക്റ്റ്. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അത് പ്രിൻ്റ് ചെയ്യും. നെക്സ്റ്റ്, IO സ്ട്രീം ഫയൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ദീസ് ആർ പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്താണത്? IO സ്ട്രീം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം എന്നാണ്. നോർമലി സി ഔട്ട്, സി ഇൻ അങ്ങനെയുള്ള ഓബ്ജക്ട്സ് ദേ ആർ ഡിഫൈൻഡ് ഇൻ IO സ്ട്രീം ഹെഡർ ഫയൽസ്. ഇത്തരം ഹെഡർ ഫയൽസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ സി ഔട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഏതൊരു പ്രോഗ്രാം എടുക്കുമ്പോഴും നമ്മൾ ഇത്തരം പ്രീ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നെയിം സ്പേസ് എന്താണെന്നുള്ളത് പറയാം. വളരെ സിമ്പിളായിട്ട് പറയാം. സി ഔട്ട്, സി ഇൻ ഇത്തരം ഓബ്ജക്ട്സ് അതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സ്റ്റാൻഡേർഡ്. ഈ STD എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് സ്റ്റാൻഡേർഡ്. എപ്പോഴാണോ നമുക്ക് സി ഔട്ട് പോലുള്ള ഓബ്ജക്റ്റ് യൂസ് ചെയ്യേണ്ടത്, വി ഹാവ് ടു യൂസ് STD : സി ഔട്ട്. ഇപ്പോൾ മൾട്ടിപ്പിൾ സി ഔട്ട് ഉണ്ടെങ്കിൽ എപ്പോഴും സ്റ്റാൻഡേർഡ് എന്ന് സ്പെസിഫൈ ചെയ്ത് STD : സി ഔട്ട് കൊടുക്കണം. ഇൻപുട്ട് കീവേഡാണ് സി ഇൻ എന്ന് പറയുന്നത്. സി ഔട്ട് പോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഇൻപുട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റാണ് സി ഇൻ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുമ്പോഴും STD : സി ഇൻ എന്ന് കൊടുക്കണം. മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിങ്ങനെ സ്റ്റാൻഡേർഡ് എന്ന് സ്പെസിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരു ഷോർട്ട് കട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് സ്പേസിൽ നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് പ്രൊവൈഡ് ചെയ്യണം. അതായത് യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് എന്ന് സ്പെസിഫൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓരോ തവണയും നമ്മൾ സി ഔട്ട് അല്ലെങ്കിൽ സി ഇൻ യൂസ് ചെയ്യുമ്പോൾ STD എന്ന് സ്പെസിഫൈ ചെയ്യേണ്ട, പ്രത്യേകം സ്പെസിഫൈ ചെയ്യേണ്ടി വരില്ല. സോ ആഫ്റ്റർ ദ പ്രീ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്സ് വി ക്യാൻ യൂസ് ദ നെയിം സ്പേസ് STD, ദാറ്റ് ഈസ് യൂസിങ് നെയിം സ്പേസ് STD. ഇനി മെയിൻ ഫംഗ്ഷനിലെ ആ റിട്ടേൺ ടൈപ്പ് എന്തെന്ന് കൂടി പറയാം. ഇവിടെ ഇൻറ്റീജർ എന്നാണ് റിട്ടേൺ ടൈപ്പ്. അതായത് ഇൻ C++ മെയിൻ ഫംഗ്ഷൻ റിട്ടേൺസ് ആൻ ഇൻറ്റീജർ വാല്യൂ ടു ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് എവരി മെയിൻ ഫംഗ്ഷൻ ഷുഡ് എൻഡ് വിത്ത് റിട്ടേൺ 0 സ്റ്റേറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ വാർണിംഗ്സ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ് ഓഫ് മെയിൻ ഫംഗ്ഷൻ ഈസ് സ്പെസിഫൈഡ് ആസ് ഇൻറ്റീജർ, INT. റിട്ടേൺ 0 എന്നാണ് ഇൻറ്റീജർ ടൈപ്പ്. സോ മെയിൻ ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് ഇൻറ്റീജർ. മറ്റൊരു പോയിൻ്റ് കൂടി ശ്രദ്ധിക്കുക, എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും എൻഡ് ചെയ്യുന്നത് വിത്ത് സെമിക്കോളൻ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ഇറ്റ് ഈസ് എൻഡിങ് വിത്ത് സെമിക്കോളൻ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ID എന്ന് പറയുന്നത് കോഡ് ബ്ലോക്സ് ആണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം. ഇതേപോലുള്ള മറ്റ് IDസും അവൈലബിൾ ആണ്. ഡേവ് C++ തുടങ്ങിയ IDs നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യുവർ ഓൺ പ്രോഗ്രാം നിങ്ങൾക്ക് അത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം, റിസൾട്ട് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ
IOStream പ്രീ ഡയറക്ടറി സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് കൊടുത്തിട്ടുണ്ട്. ദെൻ ദർ ഇസ് എ മെയിൻ ഫംഗ്ഷൻ. പ്രിന്റ് ചെയ്യാനുള്ള ഔട്ട്പുട്ട് ഓബ്ജക്ട് സി ഔട്ടും ഔട്ട്പുട്ട് ഓപ്പറേറ്ററും കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യാണ്. ദെൻ എൻഡ് ചെയ്യുന്നു. ഞാൻ ഇതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കുകയാണ്. ഇവിടെയാണ് ബിൽഡ് ചെയ്യാനുള്ളത്. ബിൽഡ് ക്ലിക്ക് ചെയ്യുക. എറേഴ്സ് അല്ലെങ്കിൽ വാർണിംഗ് ഉള്ളത് ഇവിടെ ബിൽഡ് ലോഗിൽ കാണിക്കും. ഇവിടെ 0 എറേഴ്സ് ആൻഡ് 0 വാർണിംഗ്സ്. ഓക്കെ, നമുക്ക് ഇനി അത് റൺ ചെയ്ത് നോക്കാം. ഇവിടെയാണ് റൺ ചെയ്യുന്നത്. ഇനി തൊട്ടടുത്ത് തന്നെ ബിൽഡ് ആൻഡ് റൺ ഓപ്ഷൻ അവൈലബിൾ ആണ്. ബിൽഡ് ചെയ്ത് റൺ ചെയ്യാനും പറ്റും. ഞാൻ ഓൾറെഡി ഇത് ബിൽഡ് ചെയ്തു, അതുകൊണ്ട് ഇനി റൺ ചെയ്യാം. കണ്ടോ, ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തു. ഇനി മറ്റൊരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് റിസൾട്ട് പ്രിന്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ആദ്യം നമുക്ക് 2 നമ്പേഴ്സ് അക്സെപ്റ്റ് ചെയ്യണം ഫ്രം ദ കീബോർഡ്. സോ അതിന് വേണ്ടിയിട്ട് യൂസറിൻ്റെ അടുത്ത് ചോദിക്കണം എൻ്റർ ഫസ്റ്റ് നമ്പർ. ദെൻ അത് അക്സെപ്റ്റ് ചെയ്യുക ഫ്രം ദ കീബോർഡ്. ദെൻ ആസ്ക് ദ സെക്കൻഡ് നമ്പർ, എൻ്റർ ദ സെക്കൻഡ് നമ്പർ. ദെൻ അത് അക്സെപ്റ്റ് ചെയ്യുക. ദെൻ സം എടുക്കുക, അതായത് ആഡ് ചെയ്യുക. റിസൾട്ട് ഇതാണെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഞാനത് പ്രോഗ്രാം എഴുതുകയാണ് വിത്തിൻ ദ മെയിൻ ഫംഗ്ഷൻ. അപ്പോൾ ആദ്യമേ തന്നെ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്ന് ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പോൾ സി ഔട്ട്, ദെൻ ഓപ്പറേറ്റർ വിത്തിൻ ഡബിൾ കോട്ട്സ് എൻ്റർ ഫസ്റ്റ് നമ്പർ. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെന്റും എൻഡ് ചെയ്യുന്നത് വിത്ത് എ സെമിക്കോളൻ. ദെൻ അപ്പോൾ ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റർ ഫസ്റ്റ് നമ്പർ എന്നുള്ളത് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, അത് ഓക്കെയാണ്. ഇനി അത് ആസ്ക് ചെയ്തിട്ട് കീബോർഡിൽ നിന്നും ഫസ്റ്റ് നമ്പർ അക്സെപ്റ്റ് ചെയ്ത് ഒരു ഇൻറ്റീജർ വേരിയബിളിൽ ഒരു അഡ്രസ് സ്പേസിൽ സേവ് ചെയ്യണം. നിങ്ങൾ എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ഇൻറ്റീജർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇൻറ്റീജർ വേരിയബിൾ നിങ്ങൾ അവിടെ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് അത് ഡിക്ലെയർ ചെയ്യുക. ഇതിൻ്റെ ഡേറ്റ ടൈപ്പ് പറയുക ആദ്യം. ഇപ്പം ഇവിടെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റീജർ കൊടുക്കാം, അല്ലെങ്കിൽ ഫ്ലോട്ടും കൊടുക്കാം. ഞാനിവിടെ ഇൻറ്റീജർ ആണ് കൊടുക്കുന്നത്. ദെൻ വേരിയബിൾ നെയിം കൊടുക്കാം. ഞാനിവിടെ എക്സ് എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് കോമ ഒരു വേരിയബിൾ കൂടി നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം, വൈ കോമ റിസൾട്ട്. റിസൾട്ടും ഞാൻ സേവ് ചെയ്യുകയാണ്. അതുകൊണ്ട് 3 വേരിയബിൾസ് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വേരിയബിൾസ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഷോ എറർ. നമ്മുടെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്തിട്ട് ഇനി എന്താ ചെയ്യാനുള്ളത്? നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് നമ്പർ അക്സെപ്റ്റ് ചെയ്യണം. ഒരു ഇൻപുട്ട് ഓപ്പറേഷനാണ്. ഇൻപുട്ട് ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് CN, that is defined in IOStream header file. CN object, then the operator. This is the input operator. Output operator opposite ആണ് this one. Then accept ചെയ്ത് ഒരു വേരിയബിളിൽ അത് കളക്ട് ചെയ്യണം. അപ്പോൾ എക്സ് എന്ന് നമുക്ക് കൊടുക്കാം. അതിൻ്റെ മീനിങ് ഇതാണ്, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ വിൽ ബി സേവ്ഡ് ഇൻ വേരിയബിൾ എക്സ്. ദെൻ നെക്സ്റ്റ് നമ്പർ ആസ്ക് ചെയ്യാം. എൻ്റർ സെക്കൻഡ് നമ്പർ. അതും നമുക്ക് കളക്ട് ചെയ്യാം. ഇൻപുട്ട് y. ഇത്രയും കാര്യങ്ങളായി. മീനിങ് എന്താണ്? എൻ്റർ ഫസ്റ്റ് നമ്പർ, അത് കളക്ട് ചെയ്തു. ദെൻ എൻ്റർ സെക്കൻഡ് നമ്പർ എന്ന് ചോദിക്കും, അതും കളക്ട് ചെയ്യും. ഇവരുള്ള കാര്യങ്ങളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ ഫസ്റ്റ് നമ്പർ ചോദിച്ചു, ഞാൻ 5 എന്ന് ടൈപ്പ് ചെയ്തു. സെക്കൻഡ് നമ്പർ ചോദിക്കുകയാണ്, കണ്ടോ, എക്സിൽ സേവ് ചെയ്തു. ദെൻ എൻ്റർ സെക്കൻഡ് നമ്പർ ചോദിച്ചു, ഞാൻ 10 എന്ന് അടിക്കുകയാണ്, എൻ്റർ കൊടുത്തു.
ഓക്കെ, വേറൊരു ഓപ്പറേഷനും ഒന്നും ചെയ്യുന്നില്ല അവിടെ. നമ്മൾ രണ്ട് നമ്പറും നമ്മൾ കളക്ട് ചെയ്തു. ദെൻ അഡിഷൻ ഓപ്പറേഷൻ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് റിസൾട്ട് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. മീനിങ് ഇതാണ്, എക്സിലും വൈയിലും ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ എൻട്രി ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ്, ആ നമ്പർ തമ്മിൽ ആഡ് ചെയ്തു. ആഡ് ചെയ്യാനുള്ള ഓപ്പറേറ്റർ ആണ് പ്ലസ് ഓപ്പറേറ്റർ. ദെൻ ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ റിസൾട്ട് എങ്ങോട്ട് സേവ് ചെയ്തു? സം എന്ന് പറയുന്നത് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ, അതും ഇന്റീജർ ടൈപ്പ് തന്നെയാണ്, അവിടെ സേവ് ചെയ്തു. ഇനി റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ എങ്ങനെ ചെയ്യാം? സി ഔട്ട് മീനിങ് ഫുൾ ആയിട്ട് തന്നെ നമുക്ക് പറയാം. റിസൾട്ട് ഇന്നതാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യണം. ദെൻ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം റിസൾട്ട്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ, റിസൾട്ട് ഈക്വൽ ടു, നിങ്ങൾ ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നത് എന്താണോ അത് അതേപോലെ പ്രിന്റ് ചെയ്യും. ദെൻ അതിനുശേഷം വീണ്ടും കാസ്കേഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്നതാണ് കാസ്കേഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. തൊട്ട് അടുത്ത സ്പേസിൽ റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ആ വേരിയബിളിനകത്തൊരു വാല്യൂ വിൽ ബി പാസ്ഡ് ടു ദ സി ഔട്ട് ഓബ്ജക്റ്റ്. ദാറ്റ് മീൻസ് റിസൾട്ട് എന്ന് പറയുന്ന വേരിയബിളിനകത്തുള്ള വാല്യൂ വിൽ ബി പ്രിന്റഡ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്പർ ചോദിക്കുകയാണ്, ഞാൻ 5 എന്ന് കൊടുത്തു. സെക്കൻഡ് നമ്പർ 8. കണ്ടോ, റിസൾട്ട് ഈക്വൽ ടു എന്ന് പ്രിന്റ് ചെയ്തു. ദെൻ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂ ദാറ്റ് ഈസ് 13 കൂടി പ്രിന്റ് ചെയ്തു. ഇനി ഇതൊരു അഡീഷൻ ഓപ്പറേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കാം? പ്ലസിന് പകരം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ അവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്പർ 5, സെക്കൻഡ് നമ്പർ 9, 45 is the result. Okay. അതേപോലെ ഡിവിഷൻ കൊടുക്കാം. Ten, 2, 5. ഇനി ഇൻറ്റീജറിന് പകരം നമുക്ക് ഫ്ലോട്ട് കൊടുക്കാം. ഫ്ലോട്ട് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് വരുമ്പോൾ ഇതേപോലെ നമ്പേഴ്സ് കൊടുക്കാൻ പറ്റും. 15.85, then 20.2. This will be the result. Okay. ഡിവൈഡ് ചെയ്തിട്ടുള്ള റിസൾട്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻറ്റീജർ ടൈപ്പ് വരാം, ഫ്ലോട്ട് ടൈപ്പ് വരാം, ഡിഫറെന്റ് ഡേറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഒരു വേരിയബിൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഡേറ്റ ടൈപ്പ് എന്താണെന്നുള്ളത് പറയണം. അതർവൈസ് ഇറ്റ് വിൽ ഷോ എറർ.